പുതിയകാവ് ജുമാ മസ്ജിദിന് കീഴിലായിരുന്ന പെരിഞ്ഞനം നിവാസികൾ 1892 മഹാനായ മർഹൂം സ്രാമ്പിക്കൽ ആറ്റക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരുമിച്ചുകൂടി. ആദരണീയനായ മർഹൂം മതിലകത്ത് വീട്ടിൽ കപ്പൽ അടിമ എന്നവർ നൽകിയ സ്ഥലത്താണ് 125 വർഷത്തോടടുക്കുന്ന നമ്മുടെ ജുമാ മസ്ജിദിന് തറക്കല്ലിടുന്നതും രായ്ക്ക് രാമാനം പള്ളിയും പള്ളിക്കുളവും നിർമ്മിച്ച് പിറ്റേ ദിവസം സുബഹി നമസ്കാരത്തോടുകൂടി പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടതും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആദ്യം ഓല കൊണ്ടും പിന്നീട് കല്ലുകൊണ്ടും നിർമ്മിച്ച് ഓടുമേഞ്ഞും ക്രമേണ 2 നില കെട്ടിടമായും അത് പിന്നീട് കോൺക്രീറ്റായും നമ്മുടെ മസ്ജിദായി വളർന്നു വന്നു. മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് എന്നവരുടെ സ്മരണാർത്ഥം മുഹീദ്ദീൻ മസ്ജിദ് എന്നും, കൊച്ചിയിൽ നിന്നും അരിയും സാധനങ്ങളും കനോലി കനാൽ വഴി വന്ന് നമ്മുടെ 3 പീടിക അങ്ങാടിയിലേക്ക് വന്നിരുന്ന വാഴക്കത്തോടിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തോട്ടുങ്ങൽ മുഹീദ്ദീൻ ജുമാ മസ്ജിദ് എന്ന് നമ്മുടെ മസ്ജിദിന് പേര് ഉറപ്പിക്കുകയും ചെയ്തു. എൻ്റെ വളർച്ചയുടെ എല്ലാം ഈ പള്ളിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ദർസ് പഠനം ആരംഭിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് മീരാൻ മുസ്ലിയാരിൽ നിന്നാണ്. അദ്ദേഹം പെരുത്ത് മഹൽ വ്യക്തികളുടെ ഒരു ഉസ്താദും കൂടിയാണ്. ഇവിടെ നിന്ന് പല ആളുകളും അദ്ദേഹത്തിൻ്റെ ദർസിൽ നിന്ന് പഠിച്ച് വലുതായിട്ടുണ്ട്. കൂട്ടത്തിൽ 1-2 ആളെ പേര് മാത്രം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട SMK തങ്ങൾ, കരീം ഹാജി, മുസ്തഫ മുസ്ലിയാർ, ഇങ്ങനെ പല ആളുകളുടെയും പേര് പറയാൻ പറ്റും. നീട്ടിപ്പരത്തി പറയാൻ ഉദ്ദേശിക്കാത്തതിൻ്റെ പേരിൽ ഞാനത് പറയുന്നില്ല. അങ്ങനെ 1980 ഞാൻ ഈ സ്ഥാപനങ്ങളുടെ പ്രസിഡൻ്റായി സേവനം ചെയ്തു. ആ സമയത്ത് ബഹുമാനപ്പെട്ട സുലൈമാൻ സാഹിബ് പുള്ളിക്കത്തറയായിരുന്നു സെക്രട്ടറി. ഞങ്ങളുടെ പ്രവർത്തന സമയത്ത്, മഹല്ല് പരിപാലന സമയത്ത് നിന്നുപോയ ദർസ് വീണ്ടും പുനരുദ്ധരിക്കണം എന്ന് ഞങ്ങൾക്ക് ബോധ്യം വരികയും ഞങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുകയും അതിനായി ശ്രമിക്കുകയും ഒരു നല്ല നിലക്കുള്ള ഒരു ദർസ് ഇവിടെ ഹൈദരലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഇവിടെ സ്ഥാപിക്കുകയും. മസ്ജിദിന് സ്ഥലം നൽകിയ മതിലകത്ത് വീട്ടിൽ അടിമ എന്നവരുടെ മുൻ തലമുറയിൽപ്പെട്ടവർക്ക് പായക്കപ്പൽ ഉണ്ടായിരുന്നതുകൊണ്ട് ആ കുടുംബം മതിലകത്ത് വീട്ടിൽ കപ്പൽ എന്ന പേരിൽ അറിയപ്പെടുകയും നമ്മുടെ മസ്ജിദ് അന്നും ഇന്നും കപ്പൽ പള്ളി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. പിന്നെ നമ്മുടെ തോട്ടുങ്ങൽ പള്ളി അതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരം എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഞാൻ ഏതാണ്ട് ഒരു 13 വയസ്സ് മുതൽക്കുള്ള ഒരു ചെറിയ ഓർമ്മ എൻ്റെ ഉണ്ട്. അന്ന് മുതൽക്ക് ഞാൻ അവിടെ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ആ പള്ളിയിലെ ആദ്യകാലങ്ങളിൽ ഈ പ്രതിനിധികൾ അടങ്ങുന്ന ഒരു ഉപദേശക സമിതി അങ്ങനെ ആയിട്ടാണ് അവർ ഭരണം നടത്തിയിരുന്നത്. ആ കാലത്ത് അവർക്ക് ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി, പിന്നെ അതുപോലുള്ള നമ്മുടെ വലിയത്ത് ബീരാവ് സാഹിബ് പ്രസിഡൻറ്റും, അതിനുശേഷം അവരുടെ 4 ആൾക്കാർ, 4 സഹോദരന്മാർ, അവർ പ്രസിഡൻറ്റ്, സെക്രട്ടറി, ഖജാൻജി. അതിൽ അന്നത്തെ ഖജാൻജി ആയിരുന്നത് നമ്മുടെ മൊയ്തു സാഹിബ്. പിന്നെ കൊള്ളിക്കത്തറ
അലിയാമ്പ് സാഹിബ്, അദ്ദേഹം പ്രകാരം കല്യാണിയായിട്ട്. അതിനുശേഷം ഒരു കാലഘട്ടം അനുസരിച്ച് എൻ്റെ വാപ്പ NS മുഹമ്മദ് കുഞ്ഞാജി പ്രസിഡൻ്റായിരുന്നു, സെക്രട്ടറി മുഹമ്മദ് സാഹിബ്, ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു അക്കാലത്ത്. പിന്നെ കാലഘട്ടത്തിൽ അങ്ങനെ പോയി. അതിനുശേഷം അവിടെ പല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അന്ന് പ്രധാനപ്പെട്ട വലിയ കമ്മിറ്റികളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഇങ്ങനെയുള്ള ഉപദേശക സമിതി അങ്ങനെയുള്ള കമ്മിറ്റികളായിരുന്നു. നമ്മുടെ ഈ മഹല്ലം ഒരു മാതൃകാ മഹല്ലം ആയിട്ടായിരുന്നു അന്ന് പോയിരുന്നത്. മറ്റുള്ള മഹല്ലുകൾക്ക് ഒരു മാതൃക. കാരണം ഇവിടെ വളരെ സമാധാനപരമായിട്ടും വളരെ സന്തോഷപരമായിട്ടും ഭരണം നടത്തി പോവുക, അതുപോലെ തന്നെ ജനങ്ങളൊക്കെ വളരെ ഐക്യത്തോടും സന്തോഷത്തോടും കൂടി ജീവിച്ചു പോരുക. അത് ഒരു മാതൃകാപരമായ ഒരു മഹല്ലായിരുന്നു. മറ്റുള്ള മതങ്ങൾക്കും കൂടി ഒരു അനുകരണം ആയിട്ടുള്ളൊരു സ്ഥാപനം ആയിരുന്നു. ആദ്യകാലത്ത് 4 കാരണവർമാർ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയുടെ നേതൃത്വത്തിലുള്ള ഭരണവും അതിനുശേഷം മുത്തവല്ലിമാരുടെ ഭരണം നിലവിൽ വരികയും മർഹൂം വലിയകത്ത് ബീരാവു എന്നവർ മുത്തവല്ലിയായി നിയമിതനാവുകയും ചെയ്തു. കാലചക്രത്തിൻ്റെ പ്രയാണത്തിൽ മുത്തവല്ലി ഭരണത്തിന് പകരം പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും അടങ്ങുന്ന ഭരണസമിതി നിലവിൽ വരികയും ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാന്യനായ KM യൂസഫ് മുസ്ലിയാർ ഈ മഹലിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത സമയത്താണ് അദ്ദേഹത്തിൻ്റെ മഹൽ സെക്രട്ടറി ആയിട്ടുള്ള സേവനമനുഷ്ഠിക്കുന്നത്. അക്കാലത്ത് മൊത്തത്തിലൊരു പുരോഗമനം പുറത്ത് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ ദീനീപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആ കമ്മിറ്റിക്ക് അന്ന് കഴിഞ്ഞു. ഇതിനെല്ലാം ഞങ്ങൾക്ക് പ്രചോദനം നൽകിയത് ബഹുമാന്യനായ യൂസഫ് മുസ്ലിയാർ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഉസ്താദായ എരമംഗലം KP ബീരാവ് മുസ്ലിയാർ അവരുടെ ശിക്ഷണത്തിൽ വളർന്ന ഞങ്ങൾക്ക് അദീനി കാര്യങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ കഴിയില്ലായിരുന്നു. ഇന്ന് ഈ മഹലിൽ കാണുന്ന എല്ലാ ഇസ്ലാമിക ബോധത്തിൻ്റെയും അടിത്തറ ബഹുമാനപ്പെട്ട KP ബീരാവ് മുസ്ലിയാർ അവർകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇവിടെ ഗംഭീരമായ ദർസ് നടന്നിരുന്നു. അതിനുശേഷം ദർസ് അന്യപ്പെട്ടു പോയി. ആ നിന്നുപോയ ദർസ് പുനരുജ്ജീവിപ്പിക്കാൻ ഞങ്ങളുടെ കാലത്ത് കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി ഞങ്ങൾ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട കൊപ്പം ഹൈദർ മുസ്ലിയാർ അവരുടെ നേതൃത്വത്തിൽ വളരെയധികം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ദർസ് ദീർഘകാലം ഇവിടെ നടന്നു. അക്കാലത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട മർഹൂം ചാപ്പനങ്ങാടി ബീരാ മുസ്ലിയാരുടെ ശിഷ്യനായ ബീരാൻകുട്ടി മുസ്ലിയാർ ഇവിടെ ദിക്ർ സ്ഥാപിച്ചത്. ആ ദിക്ർ ഇന്ന് ഒരു 34 കൊല്ലത്തോളമായി അൽഹംദുലില്ലാ അതിൽ നിന്ന് നിലനിന്ന് പോരുന്നു. പിന്നെ മറ്റ് പുരോഗമന കാര്യങ്ങൾ പുറത്തുള്ള മറ്റ് പള്ളിയുടെ ഒരു പുനർനിർമ്മാണത്തിൻ്റെയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ ഞങ്ങളെ കൊണ്ടൊന്നും സാധിച്ചിരുന്നില്ല. അന്നത്തെ ചുറ്റുപാടുകൾ അതായിരുന്നു. അന്നത്തെ സാമ്പത്തിക ചുറ്റുപാടും മറ്റും അതിനനുകൂലമല്ലാത്തതുകൊണ്ട് ആ കാര്യത്തിലൊന്നും നീങ്ങാൻ ഞങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ല. ഇത്തരം കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യുവാൻ പറ്റി. അതിൽ ഞങ്ങൾ സംതൃപ്തരാണ്. അതിനുശേഷം ഞങ്ങളുടെ പിൻഗാമികളായി വന്നവർ ഒരുപാട് പുരോഗമനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ അവർക്ക് പടച്ചവൻ അതിൻ്റേതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യ പ്രസിഡന്റായി മർഹൂം വലിയകത്ത് ബീരാവു എന്നവരും ജനറൽ സെക്രട്ടറിയായി NS മുഹമ്മദ് കുഞ്ഞി എന്നവരും നിയമിതനായി. പിന്നീട് യഥാക്രമം പ്രസിഡന്റുമാരായി മർഹൂം NS മുഹമ്മദ് കുഞ്ഞി, മർഹൂം താനത്തുപറമ്പിൽ ബാവക്കുഞ്ഞി സാഹിബ്, മർഹൂം മതിലകത്ത് വീട്ടിൽ സെയ്ദ് മുഹമ്മദ് സാഹിബ്, KM യൂസഫ് മുസ്ലിയാർ, NM അബ്ദുൽ ഖാദർ ഹാജി, KS അബ്ദുറഹ്മാൻ ഹാജി, കൊള്ളിക്കത്തറ മുഹമ്മദ് സാഹിബ് എന്നിവരും ഏക രക്ഷാധികാരിയായി മർഹൂം മതിലകത്ത് വീട്ടിൽ ഖാദർ സാഹിബും, ജനറൽ സെക്രട്ടറിമാരായി മർഹൂം മതിലകത്ത് വീട്ടിൽ കപ്പൽ മുഹമ്മദ് സാഹിബ്, മർഹൂം പള്ളിപ്പറമ്പിൽ പരീക്കുട്ടി സാഹിബ്, VA മൊയ്തീൻകുട്ടി സാഹിബ്, MA അബ്ദുൽ ലത്തീഫ്, KA സുലൈമാൻ സാഹിബ്, EY നസീർ, VA സിറാജുദ്ദീൻ ഹാജി, PB ബാവ ഹാജി, VY താജുദ്ദീൻ, EA അബ്ദുൽ മജീദ് സാഹിബ്, VK മുഹമ്മദ് ഷിറാസ് എന്നിവരും മർഹൂം കൊള്ളിക്കത്തറ ആലി മുഹമ്മദ് സാഹിബും
മർഹൂം വലിയകത്ത് മക്കാർ സാഹിബും മർഹൂം മതിലകത്ത് വീട്ടിൽ അബ്ദുറഹ്മാൻ എന്നിവരും ഖജാൻജിമാരായും മഹത്തായ സേവനം നമ്മുടെ മഹലിനു വേണ്ടി ചെയ്തവരാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തോട്ടുങ്ങൽ മുഹീദ്ദീൻ പള്ളി 1997 ഞാൻ പ്രസിഡൻ്റായി ഒരു 3 വർഷം തികച്ചെടുത്തു. ആ അവസാനം വരെയും കഴിയുന്നത്രയും പല വകയിലും പിരിവിനും മറ്റുള്ള കാര്യങ്ങളിലും എല്ലാം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിന് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഉസ്താദ് വീരാവ് മുസ്ലിയാർ തന്നെയായിരുന്നു. അൽഹംദുലില്ലാഹ്. മദ്രസക്ക് മർഹൂം പുഴങ്കരയില്ലത്ത് അബൂബക്കർ സാഹിബ്, മർഹൂം വലിപ്പറമ്പിൽ കൊച്ചു മുഹമ്മദ് സാഹിബ്, PK ഹനീഫ ഹാജി, PB ബാവ ഹാജി, മർഹൂം MS ഉമ്മർ ഹാജി തുടങ്ങിയവരും മഹത്തായ സേവനങ്ങളാണ് ചെയ്തവർ. ഇന്ന് ബഹുമാന്യനായ NA മൂസ ഹാജി പ്രസിഡന്റും VM യൂസഫ് സാഹിബ് ജനറൽ സെക്രട്ടറിയും NM അബ്ദുൽ ഖാദർ ഹാജി ഖജാൻജിയുമായ കമ്മിറ്റിയാണ് മഹലിന് നേതൃത്വം നൽകി വരുന്നത്. ഞാൻ ഈ മഹലിൽ താമസക്കാരനായിട്ടൊരു 30-35 വർഷമായിട്ടുണ്ട്. 1996 ആണെന്നുകൊണ്ട് ഞാൻ അന്ന് മദ്രസ സെക്രട്ടറി ആയിട്ട് വന്നത്. അതിനും അന്ന് പ്രസിഡന്റ് നമ്മുടെ ബഹുമാനപ്പെട്ട യൂസഫ് സാഹിബായിരുന്നു. 3 കൊല്ലം തുടർന്ന് ഞാൻ മദ്രസ സെക്രട്ടറി ആയിട്ട് ഇവിടെ ഈ മഹലിലുണ്ടായിരുന്നു. അന്ന് 7ാം ക്ലാസ് വരെ അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ 3 വർഷത്തിനടുത്തത് 10ാം ക്ലാസ് വരെ ആക്കാൻ കഴിഞ്ഞു. മദ്രസയ്ക്ക് KA സുലൈമാൻ പ്രസിഡന്റും VV മജീദ് ജനറൽ സെക്രട്ടറിയും PK ഹനീഫ ഹാജി ഖജാൻജിയുമായ കമ്മിറ്റി നേതൃത്വം നൽകി വരുന്നു. നമ്മുടെ മഹലിന്റെ വികസന മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചത് വികസനത്തിന്റെ വെള്ളി നക്ഷത്രമായ മർഹൂം NM മുഹമ്മദ് യൂസഫ് സാഹിബും മർഹൂം കൊള്ളിക്കത്തറ മുഹമ്മദ് സാഹിബും രക്ഷാധികാരികളായി മർഹൂം EA അബ്ദുൽ മജീദ് ഹാജി, MK അബ്ദുറഹ്മാൻ സാഹിബ്, മർഹൂം MS ഉമ്മർ ഹാജി, ഇടശ്ശേരി അബ്ദുൾ റസാഖ് ഹാജി, KA സുലൈമാൻ എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ OSF കമ്മിറ്റിയാണ്. 2010 നവംബറിലെ മുഹമ്മദ് ഖായുടെ മരണത്തിന് ശേഷം ഞാൻ പ്രസിഡൻ്റായി. പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പ്രസിഡൻ്റായി പള്ളിക്ക് വേണ്ടി ചെയ്യുന്ന നല്ലൊരു കാര്യങ്ങൾ ചെയ്യുക എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ അതിലേക്ക് വന്നത് തന്നെ. അതിനുശേഷം പള്ളിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ശമ്പളം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന മഹല്ലാണ് നമ്മളുടെ. അതിനുവേണ്ടി ഞങ്ങളൊരു ഹാള് ഇവിടെ നിർമ്മിക്കാൻ പദ്ധതിയിട്ട് അങ്ങനെ ഹാള് 2013 തറക്കല്ലിടുകയും 2015 ഫസ്റ്റോടുകൂടി അതിൻ്റെ പണി കഴിയുകയും അതിപ്പോൾ നല്ല നിലക്ക് നമ്മുടെ മഹലിന് ആത്മീയ നേതൃത്വം നൽകി പോന്നത് മർഹൂം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മർഹൂം ബീരാൻ മുസ്ലിയാർ, മർഹൂം ഹൈദ്രോസ് മുസ്ലിയാർ, ഹസൻ മുസ്ലിയാർ, മർഹൂം കൊച്ചുണ്ണി മുസ്ലിയാർ, യൂസഫ് മുസ്ലിയാർ, അബ്ദുറഹ്മാൻ മുസ്ലിയാർ, സുബൈർ അൻവരി, മുസ്തഫ നിസാമി തുടങ്ങി നിരവധി പണ്ഡിത മഹത്തുക്കളാണ്. അസ്സലാമു അലൈക്കും. പെരിഞ്ഞനം എന്ന പ്രദേശവുമായി ഏകദേശം 2 പതിറ്റാണ്ടോളം എനിക്ക് പരിചയമുണ്ട്. ആ 2 പതിറ്റാണ്ടിൻ്റെ ഇടയിൽ ഈ നാടിനെയും നാട്ടുകാരെയും പരിചയപ്പെടുവാനും അവരുമായി ബന്ധം പുതുക്കുവാനും കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ തോട്ടുങ്ങൽ മുഹീദ്ദീൻ പള്ളിയുടെയും അൽ മദ്രസത്തുൽ ജമാലിയുടെയും പുരോഗമന പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകാൻ വേണ്ടി സാധിച്ചു. അതുകൊണ്ട് തന്നെ
ഒരുപാട് മേഖലയിൽ നമ്മുടെ മുമ്പത്തെ 2 പതിറ്റാണ്ട് മുമ്പത്തെ ഇവിടുത്തെ അവസ്ഥയിൽ നിന്ന് ഒരുപാട് പുരോഗതികൾ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. പള്ളിയെ സംബന്ധിച്ചിടത്തോളം പള്ളിയുടെ പുനർപ്രവർത്തനങ്ങൾ നടത്തുകയും അതേപോലെ തന്നെ മദ്രസയെ സംബന്ധിച്ചിടത്തോളം മദ്രസയിൽ നമ്മൾ 7ാം ക്ലാസ്സിൽ വരെ ഉണ്ടായിരുന്ന ആ ക്ലാസ്സിൽ നിന്ന് സെക്കൻഡറി തലത്തേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. നമ്മൾ 5 അധ്യാപകരെ കൊണ്ട് ആയിരുന്നു അന്നൊക്കെ മദ്രസ ഉണ്ടായിരുന്നത്. 5ൽ നിന്ന് നമുക്ക് 9 അധ്യാപകരാണ് എന്ന് നമുക്ക് അധ്യാപകരായിട്ട് നമ്മുടെ സ്ഥാപനത്തിലുള്ളത്. അതോടൊപ്പം തന്നെ റേഞ്ച് തലത്തിലും മറ്റുമൊക്കെ എല്ലാ വർഷത്തിലും നമുക്ക് ഏതെങ്കിലും ഒരു സമ്മാനങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഒരു വിദ്യാർത്ഥി നമുക്ക് സമ്മാനിക്കാൻ കഴിയുന്നു എന്നുള്ളത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് 5 സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുകയും 5 അധ്യാപകരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ആ തിരഞ്ഞെടുത്തതിൽ നമ്മുടെ സ്ഥാപനവും ഈ എന്നെയും തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടെ നമുക്ക് ഓർക്കുവാൻ കഴിയും. അത് തീർച്ചയായും നമ്മുടെ ഈ നാടിൻ്റെയും നമ്മുടെ ഈ നാട്ടുകാരുടെയും അതുപോലെ തന്നെ മാറി മാറി വന്ന മാനേജ്മെൻറ്റ് പ്രവർത്തകരുടെയും ഒക്കെ ശ്രമഫലമായിട്ടാണ് ഇത് സംഭവിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടെ നമുക്കത് ഓർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കും. തീർച്ചയായും എല്ലാ പുരോഗമന പ്രവർത്തനങ്ങളിലും നമുക്ക് ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഈ സ്ഥാപനത്തിനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒന്നായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിരവധി വർഷം മുഅദ്ദിനായി അഹമ്മദ് കായും മർഹൂം എടശ്ശേരി മുഹമ്മദ് സാഹിബും ഇടശ്ശേരി ബീരാവു സാഹിബും ബാബു മുസ്ലിയാരും കഴിഞ്ഞ 25 വർഷത്തിലേറെയായി മൊയ്തീൻ മൗലവിയും സേവനമനുഷ്ഠിച്ചു വരുന്നു. ഇപ്പോൾ നമ്മുടെ മഹലിന് ആത്മീയ നേതൃത്വം നൽകിപ്പോരുന്നത് സഅദ് ഹസൻ സഖാഫി ഉസ്താദ് അവർകളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചെറിയ കാലം മുതൽ തന്നെ ഈ പള്ളിയും മദ്രസയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവസരം തന്ന സൃഷ്ടാവിന് ആദ്യമായി സ്തുതി പറയട്ടെ. അൽഹംദുലില്ലാഹ്. ചെറിയ കാലം മുതൽ തന്നെ എൻ്റെ ഓർമ്മയിൽ എൻ്റെ പിതാവ് ഈ മഹല്ല് കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു. ബഹുമാനപ്പെട്ട NS മുഹമ്മദ് കുഞ്ഞ് ഹാജി പ്രസിഡൻറ്റും സെക്രട്ടറിയായി ബഹുമാനപ്പെട്ട മുഹമ്മദ് സാഹിബും ട്രഷററായി ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഹാജി, ബഹുമാനപ്പെട്ട എൻ്റെ പിതാവ് മക്കാർ സാഹിബ് എന്നവർ, അങ്ങനെയുള്ള ഒരു കമ്മിറ്റിയുടെ പ്രവർത്തനം കണ്ട് വളർന്നു വന്ന ആളാണ് ഞാൻ. ആ പാത പിൻപറ്റിക്കൊണ്ട് തന്നെ 17 വർഷമായി മഹല്ല് കമ്മിറ്റിയിലും മദ്രസ കമ്മിറ്റിയിലും പ്രവർത്തിച്ച് വരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 30 കൊല്ലത്തെ ഗൾഫ് ജീവിതം അവസാനിപ്പിച്ചു നാട്ടിൽ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട അന്നത്തെ മഹല്ല് സെക്രട്ടറി അബ്ദുൽ മജീദ് സാഹിബ് മദ്രസ മെമ്പറായി എന്നെ തിരഞ്ഞെടുക്കുകയും അതിനിടയിൽ MS ഉമർ ഹാജിയുടെ മരണശേഷം എന്നെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും അന്നു മുതൽ ഇന്ന് വരെ മദ്രസയുടെ പുരോഗതിക്കും മദ്രസയുടെ വളർച്ചയ്ക്കും വേണ്ടി ഞാൻ എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ആരോഗ്യപരമായിട്ടും മറ്റുള്ളതായിട്ടും ഞാൻ നടത്തി പോന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഇനിയുള്ള സമയവും ആരോഗ്യം ഉള്ള കാലം വരെ ഈ മഹല്ലിനും ഈ മദ്രസക്കും വേണ്ടി മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിലനിൽക്കുവാൻ ഞാൻ അള്ളാഹുവിനോട് എന്നും പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മഹല്ല് വികസന പാതയിൽ നാഴികക്കല്ലായ നമ്മുടെ ജമാലിയ ഓഡിറ്റോറിയത്തിന് നേതൃത്വം നൽകിയത് NA മൂസ ഹാജി ചെയർമാൻ, MK അബൂബക്കർ
കെ ഷാഹിദ് എന്നിവർ വൈസ് ചെയർമാൻമാരും KM നിഷാദ് ജനറൽ കൺവീനറും EA മുഹമ്മദ് റിയാസ്, KP അഷ്റഫ് എന്നിവർ കൺവീനർമാരുമായ ബദറുദ്ദീൻ ഹാജി ഖജാൻജിയുമായ കമ്മിറ്റിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി ഈ ഡോക്യുമെൻ്ററിയുടെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നു. പ്രവാസ ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രവാസികൾ കാത്തു സൂക്ഷിക്കുന്നൊരു സ്വഭാവമാണ് നാട് വിട്ടു പോന്നിട്ടും നാടിന് വേണ്ടി കുടുംബത്തിനപ്പുറം മഹല്ലിനും പഞ്ചായത്തിനും അല്ലെങ്കിൽ ആ നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളൊരു താല്പര്യവും ആ താല്പര്യത്തിൻ്റെ ഭാഗമായി മിക്ക പ്രവാസികളും മഹല്ലടിസ്ഥാനത്തിൽ ഒരുമിച്ച് കൂടി മഹല്ലിന് വേണ്ടി, മഹല്ലുകാർക്ക് വേണ്ടി, പള്ളി നിർമ്മാണത്തിന് വേണ്ടി, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ സംഘടിച്ച് അതിന് വേണ്ടുന്ന സാമ്പത്തികം, മാനസികമായ സപ്പോർട്ടും നിർദ്ദേശങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് അവനാൻ്റെ കുടുംബജീവിതത്തിനെ പോറ്റുന്നതിനിടയിൽ സമയം കണ്ടെത്തി പ്രവർത്തിക്കുന്നത്. പെരിഞ്ഞനം വെൽഫെയർ കമ്മിറ്റി അൽഹംദുലില്ലാ വർഷങ്ങളായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ അത് നല്ല ചെറുപ്പക്കാരായ ഒരു തലമുറയുടെ കയ്യിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നുണ്ട്. അൽഹംദുലില്ലാ നാട്ടിലുള്ള നേതാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും സപ്പോർട്ടോടുകൂടി വളരെ നൂതനമായ രീതിയിൽ വിദ്യാഭ്യാസം വളർത്തുന്ന, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്നതും നാടിൻ്റെ നന്മയ്ക്ക്, പൊതു നന്മയ്ക്ക് ഉപകാരപ്പെടുന്ന പല പ്രവർത്തനങ്ങളും ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു. അതിനേറെ വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, ഏകദേശം 2 ദശാബ്ദക്കാലം മുമ്പ് രൂപീകൃതമായ ദുബൈ വെൽഫെയർ കമ്മിറ്റി, ഇന്ന് കാണുന്ന UAE വെൽഫെയർ കമ്മിറ്റി സ്ഥാപക മെമ്പർമാരായ ഫേമസ് ഉമർ ഹാജി, ലത്തീഫ് എം.എ, സത്താർ എം.എ, ഈ എളിയവൻ, UAE വെൽഫെയർ കമ്മിറ്റിയുടെ രൂപീകരണ ഉദ്ദേശം നമ്മുടെ മഹല്ലിലെ സാമൂഹിക വിദ്യാഭ്യാസമായി പിന്നോട്ട് നിൽക്കുന്നവരെ അവരറിയാതെ തന്നെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി രൂപീകൃതമായ ഈ കമ്മിറ്റി ആദ്യകാലഘട്ടത്തിൽ നമ്മുടെ മഹല്ലിൽ നിന്ന് ആ പ്രവർത്തനങ്ങൾക്ക് സഹായകമായിരുന്നത് ജനാബ് വലിപ്പറമ്പിൽ കൊച്ചു മുഹമ്മദ്, എൻ്റെ അഭിവന്ദ പിതാവ് ആയിരുന്നു. പിൻകാലഘട്ടങ്ങളിൽ ഞങ്ങൾ UAE വെൽഫെയർ കമ്മിറ്റി മഹല്ല് കമ്മിറ്റിയുമായി യോജിച്ച് വളരെ വിപുലീകരിച്ച പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും എണ്ണിയലോട് ഒടുങ്ങാത്ത പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. കഴിഞ്ഞ റംസാനിൽ മാത്രം ഏകദേശം 7 ലക്ഷത്തിൽ പരം രൂപ ഈ വക സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുകയുണ്ടായി. ഏകദേശം 100-ൽ കൂടുതൽ മെമ്പർമാരുള്ള ഈ സംഘടന ഇപ്പോഴുടെ ആക്റ്റീവായി നിൽക്കുന്നത് ഏകദേശം 30 മെമ്പർമാരാണ്. ഏകദേശം 30 ആളുകൾ കൊണ്ട്, 30 ആളുകളുടെ പൂർണ്ണമായ സഹകരണവും പ്രവർത്തനങ്ങൾ കൊണ്ട് ഇത്രയധികം പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏകദേശം 100-ൽ കൂടുതലും ആളുകളുള്ള നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ അവർ കൂടി സഹകരിക്കുകയാണെങ്കിൽ 10 മടങ്ങ്, ഇപ്പോൾ ചെയ്തതിൻ്റെ ഏകദേശം 3-4 ഇരട്ടി പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ആയതിനാൽ മഹല്ല് നിവാസികളോടുള്ള എൻ്റെ അഭ്യർത്ഥന, നിങ്ങളുടെ വീടുകളിൽ നിന്ന് ആരെങ്കിലും UAE-യിൽ ഉണ്ടെങ്കിൽ അവരോട് UAE വെൽഫെയർ കമ്മിറ്റിയുമായിട്ട് സഹകരിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ ഭാഗമാക്കുവാനും അഭ്യർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ നല്ല പ്രവർത്തനം കാഴ്ചവെക്കും. ഇനിയും നമ്മുടെ പ്രവർത്തനം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനായി സഹകരിച്ച നമ്മളുടെ മഹല്ല് കമ്മിറ്റി, മദ്രസ കമ്മിറ്റി, നമ്മളുടെ മഹല്ല് നിവാസികളോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ആദരണീയരായ മഹല്ല് നിവാസികൾ,
നമ്മുടെ മഹലിൻ്റെ ഗതകാല ചരിത്രങ്ങളെ അയവിറക്കുന്ന ഒരു പരിപാടിയിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൻ്റെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ഭാഗം തന്നെ ദീനീ സേവനത്തിനായി നീക്കിവെച്ച് നമുക്കും നമ്മുടെ മുൻകഴിഞ്ഞ കാരണവന്മാർക്കും വരാനിരിക്കുന്ന തലമുറയ്ക്കും ആരാധനാകർമ്മങ്ങൾക്കും അതുപോലെ തന്നെ ദീനീ പ്രവർത്തനത്തിനും ഒരു അഭയസ്ഥാനം അല്ലെങ്കിൽ ഒരു സംഗമവേദി സൃഷ്ടിച്ചു തന്ന മർഹൂം മദലത്തുവിൽ കപ്പൽ ആലി മുഹമ്മദ് നവറല്ലാഹു മർക്കദഹു അവരുകളെ ഇത്തരുണത്തിൽ സ്മരിക്കുകയാണ്. നമ്മുടെ കാരണവന്മാരുടെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ മഹലിനുണ്ടായ ഒരുപാട് നല്ല ഗുണങ്ങൾ അല്ലെങ്കിൽ ദീനീ രംഗത്തുണ്ടായ വളർച്ച പറഞ്ഞു തീർക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ ചെറിയ ആളുകളെ കൊണ്ടുള്ളൊരു മഹലാണ് നമ്മുടേത്. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളൊരു മഹലുമാണ് നമ്മുടേത്. എന്നിട്ടും ആരംഭം വളരെ കാലം മുമ്പ് തന്നെ ദീനിനെ സേവിക്കുന്ന, ദീനിന് മുതൽക്കൂട്ടാകുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ വളർത്തിയെടുക്കാൻ സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കഴിഞ്ഞു. മഹാനായ ബിരാൻ മുസ്ലിയാരുടെ ദർസ് അതിന് വലിയൊരു ഉദാഹരണം തന്നെയാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലത്ത് താമസിച്ചിരുന്ന സൂഫി വര്യൻ കരീം ഹാജി, അതുപോലെ തന്നെ MICയുടെ സ്ഥാപകനും ഉമറാക്കളിൽ എന്തുകൊണ്ടും അനിഷേധ്യനായ ബഹുമാനപ്പെട്ട PA സെയ്ദ് മുഹമ്മദ് ഹാജി, അതുപോലെ തന്നെ നമ്മുടെ മഹലിൻ്റെ ദീർഘകാലം പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച കൊള്ളിക്കത്ര മുഹമ്മദ് സാഹിബ്, വളരെ കാലം നമ്മുടെ മദ്രസ സദറും അതുപോലെ തന്നെ ഖത്തീബുമായി സേവനമനുഷ്ഠിച്ച KM യൂസഫ് മുസ്ലിയാർ, ജില്ലയിലെ സുന്നി നേതാവായ SMK തങ്ങൾ, അതുപോലെ തന്നെ ഒട്ടനവധി മഹാപ്രതിഭകളെ ദീനീ രംഗത്തേക്ക് വഴിതെളിക്കാൻ നമ്മുടെ കാരണവന്മാരുടെ പ്രയത്നം കൊണ്ട് അഥവാ പള്ളി ദർസ് കൊണ്ട് കഴിഞ്ഞു. കാലങ്ങൾക്ക് ശേഷം വീണ്ടും 1980 പകുതിയോടുകൂടി ബഹുമാനപ്പെട്ട കൊപ്പം ഹൈദർ ഹാജി മഹാനവറുകളുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ദർസ് സംവിധാനം അഥവാ ദീനീ ദഅവ രംഗത്തേക്ക് പ്രതിഭകളെ കണ്ടെത്തുന്നതിന് വേണ്ടി നാം ആരംഭിക്കുകയുണ്ടായി. നാട്ടിലുണ്ടായ ചില അനിഷ്ട സംഭവങ്ങളോ തുടർന്ന് പിൽക്കാലത്ത് അത് നിലച്ചുപോയെങ്കിലും നമ്മുടെ മഹലിൽ ഇന്നും അതിൻ്റെ എല്ലാം ഗുണം നിലനിന്നു വരുന്നു എന്നും നാം കണ്ടെത്തേണ്ടതുണ്ട്. ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളെ നമ്മുടെ മഹലിന് സംഭാവന ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2 വർഷക്കാലം ഈ മഹലിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കാൻ എനിക്ക് അവസരമുണ്ടായി. ബഹുമാനപ്പെട്ട NS അബ്ദുൽ ഖാദർ ഹാജി ഇവിടെ പ്രസിഡൻറ്റും വലിയത്ത് മക്കാർ സാഹിബ് ഖജാൻജിയുമായി തുടങ്ങിയ കമ്മിറ്റി ഒട്ടനവധി നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞു. നമ്മുടെ മഹൽ നിവാസികൾക്ക് വളരെ ഉപകാരപ്രദമായ തെക്ക് ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് പള്ളിയിലേക്ക് എത്തിച്ചേരാൻ ഒരു റോഡുണ്ടാക്കി എന്നതും ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേക കാര്യമായി എടുത്തു പറയാനുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി നല്ല പ്രവർത്തനങ്ങൾക്ക് ചിട്ടയായ ശാസ്ത്രീയമായ രൂപത്തിൽ വരവ് ചില കണക്കുകൾ അവതരിപ്പിച്ച് ഓഡിറ്റ് ചെയ്ത് സമയാസമയത്ത് തന്നെ 2 വർഷം പീരീഡ് തന്നിരുന്ന ആ സമയത്ത് തന്നെ അവതരിപ്പിക്കാനും ശാസ്ത്രീയമായ രൂപത്തിൽ കമ്മിറ്റിയുടെ ദൈനംദിന കാര്യങ്ങൾ കൊണ്ടു നടക്കാനും ആ അവസരത്തിൽ എനിക്ക് കഴിയുകയുണ്ടായി. മഹൽ നിവാസികളിൽ നിന്നും എനിക്ക് ലഭിച്ച ആ പിന്തുണ, ആ സമയത്തുണ്ടായ പിന്തുണക്ക് ഞാനെന്നും നന്ദിയുള്ളവനാണ്. അതുപോലെ തന്നെ നമ്മൾ തുടർന്നും നടത്തി വരുന്ന സർവ്വവിധ നല്ല പ്രവർത്തികൾക്കും എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്.
പെരിഞ്ഞനം തൊട്ടുങ്ങൽ മുഹയ്യദ്ദീൻ പള്ളിയും അൽ-മദ്രസത്തുൽ ജമാലിയയും ഇന്ന് നമ്മൾ ഈ കാണുന്ന വികസന പ്രവർത്തനങ്ങളും മൊത്തത്തിൽ ഒരു ഡോക്യുമെൻ്ററി രൂപത്തിൽ ഇന്നത്തെ ആളുകളുടെ മുമ്പിൽ വെക്കുന്നൊരു ഡോക്യുമെൻ്ററി ചെയ്യുന്നത് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും പുതിയ തലമുറക്ക് ഒരുപാടൊന്നും ഇന്നീ കാണുന്ന രൂപത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഈ ഡോക്യുമെൻ്ററി അതിന് ഉപകാരപ്രദമാവും എന്ന് ഞാൻ ആശിക്കുകയാണ്. ഈ ഒരു ഡോക്യുമെൻ്ററിക്ക് ഖത്തർ മഹല്ല് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ഇനിയും തുടർന്നുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളിലും എല്ലാ ആളുകളും പ്രത്യേകിച്ച് യുവാക്കളും ഒത്തൊരുമയോടുകൂടി സഹകരണമുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ നല്ലവരായ ആളുകൾക്കും അതിനർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു നമ്മുടെ മഹല്ലിന് നേതൃത്വം നൽകി മൺമറഞ്ഞു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവർ നയിച്ച പാതയിൽ നമ്മുടെ മഹല്ലിന് നേതൃത്വം നൽകാൻ വരും തലമുറകൾക്ക് അള്ളാഹു ആഫിയത്ത് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ مولاي صل وسلم